കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കൊപ്ര എടുത്തിട്ടുണ്ട്. കൊപ്രയ്ക്ക് പകരം നിങ്ങൾക്ക് സാധാരണ വിളഞ്ഞ തേങ്ങ എടുത്താലും മതി, അത് ചിരവി എടുത്താലും മതി. ഇപ്പോൾ കൊപ്ര ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞ ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തേങ്ങ മുഴുവനും ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു ബൗളിൽ മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഈർപ്പമില്ലാത്ത മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വിളഞ്ഞ തേങ്ങയാണ് കൊപ്രയ്ക്ക് പകരം എടുക്കുന്നതെങ്കിൽ ചിരവി എടുത്തിട്ട് ഡയറക്റ്റായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് 2 ബാച്ചായിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഈർപ്പമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തുരുതുരാന്ന് കിടക്കണം, ഓവറായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ല ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേ ചീനിച്ചട്ടി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് നിറം മാറുന്ന വരയ്ക്കും കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഉഴുന്നുപരിപ്പിൻ്റെ ഒന്ന് നിറം മാറി വരുന്നുണ്ട്. ഈ സമയത്ത് അതും മല്ലി ചേർത്ത് അതേ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂട് മാറാനായിട്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനു മുന്നേ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. തേങ്ങ ചതച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീയലിനൊക്കെ വറക്കുന്ന പോലെ ഒരു സ്വർണ്ണ നിറം ഗോൾഡൻ കളർ ആകുന്ന വരയ്ക്കും ഒന്ന് കൈവിടാതെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടിയുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ചമ്മന്തിപ്പൊടിക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് തേങ്ങ എല്ലാം ഒരുപോലെ നിറം മാറുന്നത്. അല്ലെങ്കിൽ അടിയിൽ വേഗം കരിഞ്ഞു പോകും. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ തന്നെ നിറം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ ഇതിലോട്ട് ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളി ചേർത്ത് കൊടുക്കുക. നാടൻ പുളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് തേങ്ങ വറക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 7-8 വറ്റൽമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാം കൂടി ഈ ചൂട്ടിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടിലിരുന്ന് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ചൂട് മാറാനായിട്ട് വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ. എല്ലാത്തിൻ്റെയും ചൂട് മാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഉഴുന്നുപരിപ്പായാലും മല്ലിയായാലും ഈ തേങ്ങ ആയാലും എല്ലാത്തിൻ്റെയും ചൂട് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഈർപ്പമില്ലാത്തൊരു മിക്സിയിൽ ആദ്യം മല്ലിയും ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒന്ന് പൊടിച്ചെടുക്കുക. മല്ലി കുറച്ചായതുകൊണ്ട് വേഗം അങ്ങ് പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിർത്തി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ വേഗം തന്നെ പൊടിച്ചു കിട്ടും. ഇപ്പോൾ മിക്സി ഈർപ്പമില്ലാതിരിക്കുക, എന്നാലേ പൊടിഞ്ഞു കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വെള്ളം ഉണ്ടെങ്കിൽ അത് അരഞ്ഞു പോവും. ഇനി പൊടിച്ച ശേഷം ഇതിലോട്ട് തേങ്ങ വറുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇതിൽ ചേർത്ത ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് 3/4 ടേബിൾ സ്പൂൺ ശർക്കര, പൊടിച്ച ശർക്കര. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി എല്ലാം കൂടി പൊടിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. മാസങ്ങളോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഒരു സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അച്ചാറിന് പകരം ചോറിന്, ഇഡ്ഡലിക്കും ദോശയുടെ ഒക്കെ കൂടെ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചും എണ്ണ ഒഴിക്കാതെ ഒക്കെ തന്നെ കൂട്ടാവുന്ന അടിപൊളി ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക. താങ്ക്